ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ്സ് അല്ലെ, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, കുറച്ച് പ്രോബ്ലംസ്, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഈ ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്നാണ്. എന്താ വിളിക്കുന്നത് നമ്മൾ? ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയത്, പിന്നെ എന്താണ് ആ ഇക്വേഷൻസ്, അതേപോലെ ഈ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടണം. ഓക്കെ, ആദ്യം നമുക്ക് ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് പറയാം. ആദ്യം നമുക്കറിയാം കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന്? ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. ലെറ്റ് us കൺസിഡർ, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ലെറ്റ് us consider a body is in യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. നമുക്കറിയാം യൂണിഫോം ആക്സിലറേറ്റഡ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. എ ബോഡി ഈസ് ഇൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ നമ്മളെ ബോഡി ഉള്ളത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലാണ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ എത്രയാണ്? വിത്ത് an acceleration a. ഓക്കെ, ആക്സിലറേഷൻ എ ആണ്. നമുക്കറിയാം ഒരു ബോഡി നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഫൈനലി എവിടെ എത്തുന്നു? ബി എന്നുള്ള പോയിന്റിൽ എത്തുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ യൂണിഫോം ആണ്, ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ലെറ്റ്സ് കൺസിഡർ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. ആദ്യമുള്ള വെലോസിറ്റി എത്രയാണ്? യു ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അതേപോലെ അല്ലേ ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം ചേഞ്ച് ചെയ്യും, കാരണം ഇവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ വെലോസിറ്റിയിൽ എന്ത് വേണം? ചേഞ്ച് വേണം. ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഫൈനൽ വെലോസിറ്റി, അതായത് ബി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി എന്നെടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു ആയിട്ടാണ് എടുക്കാറുള്ളത്. അതേപോലെ ഫൈനൽ വെലോസിറ്റി വി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? എ ആണെന്ന് പറഞ്ഞിട്ടെടുക്കുന്നു. അപ്പോൾ എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നു, എസ് എന്ന് എടുക്കുന്നു. എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ആണ്. വാട്ട് ഈസ് എസ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ടു ബി. ഡിസ്പ്ലേസ്മെന്റ് ഇതിനെടുക്കുന്ന ടൈം ടി ആണ്, ടൈം ടേക്കൺ അല്ലെ. ടൈം ഈസ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആയി? ഇനീഷ്യൽ വെലോസിറ്റി ആയി, ഫൈനൽ വെലോസിറ്റി ആയി, ഡിസ്പ്ലേസ്മെന്റ് എസ് ആയി, ടൈം ടേക്കൺ ടി ആയി, ആക്സിലറേഷൻ എ ആയി. ഈ 5 ക്വാണ്ടിറ്റീസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. അല്ലെങ്കിൽ ഈ 5 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് അല്ലേ, കണക്റ്റിംഗ് റിലേഷൻസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. ഇനി നമുക്ക് ഓരോ ഇക്വേഷനായിട്ട് ഡിറൈവ് ചെയ്യാം, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. ഫൈനൽ വെലോസിറ്റി എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? വി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി യു ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? ടി ആണ്. ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ നമ്മൾ എന്തായിട്ടുള്ളത്? എ എന്ന് എടുത്തിട്ടുണ്ട്. സോ എ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി വി മൈനസ് യു ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടി. സോ ഈ ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അല്ലേ? എ ഈസ് ഈക്വൽ ടു
അല്ലേ എ ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ലേ ബൈ ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻറ്റു ടി ആയി. ദാറ്റ് ഈസ് എ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. അപ്പം നമുക്ക് എന്താ കിട്ടുക? വി ഈസ് ഈക്വൽ ടു ഈ മൈനസ് യു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് യു ആവും. മൈനസ് പ്ലസ് ആവും അല്ലേ, പ്ലസ് മൈനസ് ആവും അല്ലേ, ഈ ഈക്വൽ ടുൻ്റെ ഇപ്പുറം വരുമ്പോൾ. സോ മൈനസ് യു ഇപ്പുറം വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. സോ വി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി പ്ലസ് യു പ്ലസ് എ ടി. ഓൾറെഡി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ഒരു പ്ലസ് എ ടി ഉണ്ട്. സോ വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? യു പ്ലസ് എ ടി എന്ന് കിട്ടി അല്ലേ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് acceleration into time. This is the first equation of kinematics. What is the relation? It is the relation which connects final velocity, initial velocity, acceleration and time. The equation is v is equal to u plus at. v is equal to u plus at. വളരെ സിമ്പിൾ ആണ്. കാര്യമായിട്ട് സ്റ്റെപ്സ് ഒന്നും നമുക്കില്ല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ, ഒരു പാർട്ടിക്കിൾ അല്ലേ മൂവിങ് ഫ്രം പോയിന്റ് എ ടു ബി, അവിടെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്, ആക്സിലറേഷൻ എ ആണ്, ടൈം ടി ആണ്, ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആണ് പറയാനുള്ളത് അല്ലേ. സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡെറിവേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്ക് പ്രൂഫ് എന്ന് പറയാം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ട്, ഫൈനൽ വെലോസിറ്റി വി ഉണ്ട്, അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേറ്റഡ് ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ചേഞ്ച് ഇൻ ഈക്വൽ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ മക്കളെ വെലോസിറ്റി അല്ലേ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. അപ്പം നമ്മൾ എന്ത് വെലോസിറ്റി എടുക്കണം? ആവറേജ് വെലോസിറ്റി എടുക്കണം. എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. നമ്മൾ സാധാരണ ആവറേജ് എടുക്കാറില്ലേ അല്ലേ. ഇപ്പോൾ 2ന്റെയും 4ന്റെയും ആവറേജ് എത്രയാ? 2 + 4 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ എടുക്കാറില്ലേ. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലുള്ള ആവറേജ് വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ എന്താ കൊടുത്തത്? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഇനി നമുക്ക് വേണമെങ്കിൽ അല്ലേ, നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പോൾ അവിടെ ടൈം ടേക്കൺ ടി ഈസ് ഈക്വൽ ടു അല്ലേ, ഫ്രം ഇക്വേഷൻ 1 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം അല്ലേ. ഫ്രം ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, ഫ്രം ഇക്വേഷൻ 1 ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? ടി ഈസ് ഈക്വൽ ടു ഈ യു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? വി മൈനസ് യു ആവും. ഇനി നമുക്ക് ടി അല്ലേ വേണ്ടത്, ഈ എ കൂടി എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എ കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇൻറ്റു എ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബൈ എ ആവും. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആയിരുന്നു. ഈ യു ലെഫ്റ്റ് സൈഡിലേക്ക് പോയപ്പോൾ വി മൈനസ് യു ആയി. അതേപോലെ ആക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഡിവൈഡഡ് ബൈ എ ആയി. സോ ടി ഈസ് ഈക്വൽ ടു
വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ടൈമിൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ ടൈമിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ശ്രദ്ധിക്കണേ, യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? വി പ്ലസ് യു ഡിവൈഡഡ് ബൈ എ 2 എന്നെഴുതി കൂടെ അല്ലേ? എസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എസ് എന്ന് കൊടുക്കാം അല്ലേ? എസ് ഇസ് ഈക്വൽ ടു ബാക്കി നമുക്ക് ഇവിടെ എഴുതാം എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. ഇവിടെ ഒരു വി പ്ലസ് യു ഉണ്ട്, ഇവിടെ ഒരു വി മൈനസ് യു ഉണ്ട് അല്ലേ? വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും അല്ലേ? സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്താണ്? 2a ആണ്. ഈ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു നമ്മൾ പണ്ടൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെയാണ് ഇവിടെ ഉള്ളത്. എന്തെന്ന്? വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഇസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. So displacement is equal to v square minus u square divided by 2a. So ഈ by 2a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? by 2a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ s is equal to അല്ലേ? s is equal to അല്ല, ഈ 2a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ by 2a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു 2a ആവും. 2a ഇൻറ്റു s is equal to v square minus u square. 2a ഇൻറ്റു s is equal to വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അല്ലെങ്കിൽ ഈ മൈനസ് യു സ്ക്വയർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ മൈനസ് യു സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് യു സ്ക്വയർ ആവും അല്ലേ? സോ യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. It is the second equation for equation of kinematics. Equation of kinematicsൽ നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ഇക്വേഷൻ ആണ് എന്തെന്ന്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വാട്ട് ഈസ് വി? ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് യു? ഇനീഷ്യൽ വെലോസിറ്റി. വാട്ട് ഈസ് എ? ആക്സിലറേഷൻ. വാട്ട് ഈസ് എസ്? displacements. So what is the equation connecting അല്ലെങ്കിൽ relation connecting velocity, initial velocity, final velocity, displacement and acceleration? V square is equal to u square plus 2s. What is the relation which connects final velocity, initial velocity, acceleration and time? ഇവിടെ ടൈമിന്റെ പകരം ആരാണുള്ളത്? ടൈം ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണുള്ളത്. ഇവിടെ എന്താണുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ടേം ഇല്ല. എന്തുണ്ട്? ടൈമിംഗ് എന്നുള്ള ടേം ഉണ്ട് അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഓരോ ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം അല്ലേ? സോ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ആവറേജ് വെലോസിറ്റി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം അല്ലേ? യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം അല്ലേ? യു പ്ലസ് വി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടൈം കിട്ടും അല്ലേ? ടൈം ടി ഈസ് ഈക്വൽ ടു ഈ യു ഇപ്പുറം വന്നു കഴിഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. സോ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഈസ് ഈക്വൽ ഡിവൈഡഡ് ബൈ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും അല്ലേ? ടൈമിൻ്റെ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ വേണമെങ്കിൽ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ.
അതിനുശേഷം നമ്മൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എത്രയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതേപോലെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ 2a. ഈ ബൈ 2a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2a ഇൻറ്റു എസ് ആയി അല്ലേ? 2a ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, അല്ലെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ മൈനസ് യു സ്ക്വയർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് യു സ്ക്വയർ ആയി. യു സ്ക്വയർ പ്ലസ് ഓൾറെഡി അവിടെ ആരുണ്ട്? പ്ലസ് 2as ഉണ്ട്. സോ യു സ്ക്വയർ പ്ലസ് 2as. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. This is the second equation for equation of kinematics. Okay, now we are going to derive the third equation for equation of kinematics. Already we derived two equations, first and second equation, that is v is equal to u plus at and v square is equal to u square plus 2as. Now we are going to derive third equation. നമുക്കറിയാം നമ്മുടെ മോഷനിൽ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ബിയിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി വി ആണ്, അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ആണ്, ടൈം ടേക്കൺ ടി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് വരക്കാൻ പോവാണ്. ഏത് ഗ്രാഫാണ് നമ്മൾ വരക്കുന്നതെന്ന് അറിയോ? വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദിസ് മോഷൻ. ഓക്കെ, വി ടി ഗ്രാഫ് ഓഫ് ദിസ് മോഷൻ. ഓക്കെ, വി ടി ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കുന്നു. എക്സ് ആക്സിൽ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കുന്നു. നമുക്കറിയാം ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ടൈം ഈസ് ഈക്വൽ ടു 0 നമ്മൾ എടുക്കുമ്പോൾ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അപ്പോൾ ടൈം ടി ഈസ് ഈക്വൽ ടു 0യിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി ഫോർ എ ടൈം ടി അല്ലേ? നമുക്ക് ടൈം ടി എടുക്കാം. ഓക്കെ, ഫോർ എ ടൈം ടി എന്നുള്ള ടൈം ആകുമ്പോൾ, ടൈം ടി ഈസ് ഈക്വൽ ടു 0യിൽ അല്ലേ? ടൈം 0 ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഫോർ ടൈം ടി അല്ലേ? നമ്മൾ ടി എന്നുള്ള ടൈമാണ് അല്ലേ? ടൈം ടേക്കൺ ഇവിടെ എത്രയാണ് എടുത്തത്? ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ടി എന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ജേർണിന്റെ കംപ്ലീറ്റ് ജേർണിക്ക് എടുത്ത സമയം എത്രയാണ്? ടി ആണ്. അപ്പോൾ ആഫ്റ്റർ ടൈം ടി ദ വെലോസിറ്റി ബിക്കംസ് അല്ലേ? വെലോസിറ്റി എത്രയായിട്ടുണ്ട്? വെലോസിറ്റി നമ്മൾ വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് എടുക്കുന്നത് അല്ലേ? വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് എടുക്കുന്നത്. സോ ആഫ്റ്റർ ടൈം ടി വെലോസിറ്റി ഈസ് ചേഞ്ച്ഡ് ആൻഡ് ബിക്കംസ് വി, ഫൈനൽ വെലോസിറ്റി വി അല്ലേ? നമുക്കറിയാം ബി എന്നുള്ള പോയിന്റിൽ ആഫ്റ്റർ ടൈം ടി വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി? ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി അല്ലേ? സോ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് വി. നമുക്കറിയാം ഇതൊരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് നമുക്കറിയാം. എങ്ങനെയാണ്? ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് അല്ലെ? ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് നമ്മൾ പഠിച്ചതാണ്. ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ലീനിയർലി ഇൻക്രീസിങ് ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ഈ ഗ്രാഫ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. സോ നമ്മൾ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദിസ് above motion from A to B. What is the time taken? V. What is initial velocity? U, and final velocity is V. If you want to calculate the displacement, what is displacement? Displacement is equal to area under velocity time graph. നമ്മൾ തേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ബൈ യൂസിങ് ഗ്രാഫ് ആണ്. ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ജേർണീൻ്റെ എ ടു ബി എന്നുള്ള ജേർണിയിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. സോ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് കാണേണ്ട ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ഞാൻ ഷെയ്ഡ് ചെയ്തതായിട്ട് കാണാം. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലേ? ശരിയല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിഗറിനെ നമുക്ക് ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഫിഗറിൽ ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കുന്ന അറിയാം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണ്? U ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? T ആണ്. അല്ലെങ്കിൽ ലെങ്ത് T ആണ്, ബ്രെഡ്ത്ത് U ആണ്. ശ്രദ്ധിക്കണേ, ഈ റെക്റ്റാങ്കിളിലേക്ക് നോക്കുക, 0 to U. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്? U ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ് അല്ലേ? 0 to T ആണ്, ടൈം T ആണ്. സോ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ? ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു U ഇൻറ്റു T. പ്ലസ് നമ്മൾ എന്ത് കാണണം? പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഏരിയ അണ്ടർ VT ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നെടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? U ഇൻറ്റു T ആണ്. പ്ലസ് വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. വാട്ട് ഈസ് ഹാഫ്? ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ബേസ്? 0 to T ആണ്. T ആണ് ബേസ്. ഹാഫ് ഇൻറ്റു T ഇൻറ്റു ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ്? ഈ ഹൈറ്റ് എത്രയാണ് വരിക? ടോട്ടൽ ലെങ്ത് അല്ലേ? 0 to V അല്ലേ? ഇവിടം വരെയുള്ള ലെങ്ത് U അല്ലേ? അപ്പോൾ V എന്ന് U കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹൈറ്റ് അല്ലേ കിട്ടുക? ദിസ് ഈസ് V മൈനസ് U. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. വാട്ട് ഈസ് ദിസ് ഹൈറ്റ്? ടോട്ടൽ V ആണ്. അതിൽ നിന്ന് നമ്മൾ U താഴെയുള്ള കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലുള്ള ഹൈറ്റ്, മേലുള്ള ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കിട്ടും. ദാറ്റ് ഈസ് V മൈനസ് U. V മൈനസ് U. So what is the height of the triangle? Very important. What is the height here? Total V ആണ്. ടോട്ടൽ V ആണ്. അതിൽ നിന്ന് U കുറക്കുന്നു. 0 to U കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹൈറ്റ് കിട്ടും, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കിട്ടും. ദാറ്റ് ഈസ് U. V മൈനസ് U. സോ ഹൈറ്റ് നമുക്ക് കിട്ടി V മൈനസ് U. അപ്പോൾ ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് U. അപ്പോൾ നമുക്ക് ഇസ് ഈക്വൽ ടു U ഇൻറ്റു T, നമുക്ക് UT എന്ന് എഴുതാം. UT പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു what is V minus U? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടിയത്? V is equal to U plus AT അല്ലേ? അപ്പോൾ ഇവിടെ V minus U എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? V is equal to U plus AT ആണ്. അവിടെ V minus U എടുത്തു കഴിഞ്ഞാൽ ഈ U ഇപ്പുറം വന്നു കഴിഞ്ഞാൽ V minus U is equal to AT എന്നല്ലേ കിട്ടുക നമുക്ക് അല്ലേ? V is equal to U plus AT ആണ്. അപ്പോൾ U നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ V മൈനസ് U is equal to AT എന്നല്ലേ കിട്ടുക. അപ്പോൾ V മൈനസ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? AT എന്ന് കൊടുക്കാം. V മൈനസ് U is equal to നമുക്ക് എന്ത് കൊടുക്കാം? AT എന്ന് കൊടുക്കാം അല്ലേ? സോ V മൈനസ് U is equal to AT എന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ V മൈനസ് U is equal to AT എന്ന് കൊടുത്തിട്ടുണ്ട്. is equal to UT plus half into what is T into T? T into T is T square. So half into A already out and A into T square. ശ്രദ്ധിക്കാം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് S is equal to നമുക്ക് കിട്ടി. ഇക്വേഷൻ നമുക്ക് കിട്ടി, വളരെ കറക്റ്റ് ആണ്. S is equal to UT plus half into AT square. Very important. This is the third equation for equation of kinematics. That is third equation എന്താണ് അല്ലേ? ഞാൻ വീണ്ടും ഇവിടെ എഴുതാം. Third equation is equal to S is equal to UT plus half AT square. Half AT square. Half AT square. S is equal to UT plus half AT square. ഇവിടെ നോക്കേ, this is the third equation for equation of kinematics. So we have three equations. We derived all three equations. First equation is V is equal to U plus AT, and second equation is V square is equal to U square plus 2AS, and third equation is equal to S is equal to UT plus half AT square. അപ്പോൾ ഒന്ന് ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സലേഷൻ, ടൈം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. രണ്ടാമത്തത് ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സലേഷൻ, ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ
അല്ലേ, എന്താണ് നിങ്ങളോട് പ്രോബ്ലത്തിൽ ആസ്ക് ചെയ്യുന്നത്, അല്ലേ, ചോദിക്കുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ബൈ യൂസിങ് എന്താണ്, ബൈ യൂസിങ് ഗ്രാഫാണ്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഹിയർ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ ഓഫ് റെക്ടാംഗിൾ കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ട്രയാംഗിൾ കണ്ടുപിടിക്കണം. ട്രയാംഗിളിലെ ഏരിയ എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ബി എച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി മൈനസ് യു എന്ന് കൊടുക്കും. അപ്പോൾ ഈ വി മൈനസ് യുവില് ബൈ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്, വി മൈനസ് യുവിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി മൈനസ് യുവിന് ഞാൻ എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ടി എ ടി സ്ക്വയർ ആയി. സോ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് half a t square. These are the three equations for equation of kinematics. ആ ഡെറിവേഷൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സിന്റെ പ്രോബ്ലംസ് നമ്മൾ ഇനി ഇതും ഡിലീറ്റ് ചെയ്താലോ കേട്ടോ, ഇനി ഞാൻ പറയുന്നതിൽ എടുത്താൽ. അപ്പോൾ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തു, അത് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോബ്ലം ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h is brought to stop with a distance of 100 meter. ശ്രദ്ധിക്കണേ, കാർ മൂവ് ചെയ്യുന്നത് ആദ്യം എത്ര km/h? 72 km/h. അത് ബ്രോട്ട് ടു സ്റ്റോപ്പ് ആണ്, അത് നിർത്താൻ വേണ്ടി പോവാണ്, നിർത്തി അല്ലേ, നിർത്തിയപ്പോൾ എത്ര മീറ്റർ സഞ്ചരിച്ചു, അത് 100 മീറ്റർ സഞ്ചരിച്ചിട്ടാണ് അത് നിർത്തിയത്. ഒരു കാർ 72 km/h വേഗതയിൽ പോകുന്നുണ്ട്, എന്നിട്ട് അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിർത്തി. എത്ര മീറ്റർ സഞ്ചരിച്ചിട്ടാണ്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് നിർത്തിയത്? 100 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നിർത്തിയത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദി കാർ. നമുക്കറിയാം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി, അത് നെഗറ്റീവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും വായിക്കുക, രണ്ടാമത് വായിക്കുമ്പോൾ വീണ്ടും കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലായതിനു ശേഷം എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ആദ്യം എടുത്ത് എഴുതുക. അതിനുശേഷം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിലെന്തെങ്കിലും ഡാറ്റാസ് മിസ്സിംഗ് ആയിട്ടുണ്ടോ, ആ മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റാസ് കണ്ടുപിടിക്കുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതാം അല്ലേ. ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റിനെ സാധാരണ നമ്മൾ യു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. യു ഈസ് ഈക്വൽ ടു എത്രയാണ്, 72 km/h. അപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ SI യൂണിറ്റിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് km/h നമ്മൾ എന്തിലേക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. 72 ഇൻറ്റു ഏത് km/h ആണെങ്കിലും ഇൻറ്റു 5/18 ചെയ്താൽ അതെന്തായി, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ഇൻറ്റു 5/18. സോ 72 5/18 അല്ലേ, 72 ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 72-ലെ 18 എത്ര ടൈംസ് ആണ്, 4 ടൈംസ് ആണ്. സോ 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടി എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ജസ്റ്റ് എന്തേ ചെയ്തിട്ടുള്ളൂ, km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ്, 0 ആണ്. ബ്രോട്ട് ടു സ്റ്റോപ്പ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ വെലോസിറ്റി ഉണ്ടോ, ഫൈനൽ വെലോസിറ്റി എന്താണ്, 0 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നു വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, S is equal to 100 മീറ്റർ എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നു വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദി കാർ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈനൽ റിട്ടാർഡേഷൻ ആണ്. സോ ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ 4 ക്വാണ്ടിറ്റീസ് അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 4ഉം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആകെ 3 ഇക്വേഷൻ അല്ലേ പഠിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as, അല്ലെങ്കിൽ നമുക്ക് v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as അങ്ങനെയും പറയേ. നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു, v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഇതിൽ v എന്താണ്, v0 ആണ്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്, 0ന്റെ സ്ക്വയർ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇസ് ഈക്വൽ ടു 0 തന്നെ അല്ലേ. ഇനി u² എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എത്രയാണ്, a ഇസ് ഈക്വൽ ടു a ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. a ഇൻറ്റു s എത്രയാണ്, s ഇസ് ഈക്വൽ ടു 100 മീറ്റർ 2as.
അപ്പോൾ ഈ 20 സ്ക്വയർ നമുക്കറിയാം എത്രയാണ് 400 ആണ്. 400 പ്ലസ് 2 ഇൻറ്റു 100 നമുക്ക് ചെയ്യാലോ. 200 ഇൻറ്റു എ അല്ലേ. 2 ഇൻറ്റു 100 200 ആണ് ഇൻറ്റു എ. ഇനി ഈ 0 സ്ക്വയർ എത്രയാണ് 0 ആണ്. ഇനി നമുക്ക് എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, റിട്ടാർഡേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ 400 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 0 മൈനസ് 400 ഡിവൈഡഡ് ബൈ ഇൻറ്റു 200 ഇൻറ്റു എ ആണ്. സോ എ അവിടെ വെച്ചിട്ട് ഈ 200 ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക, ബൈ 200 ആണ് വരിക. സോ എ ഈസ് ഈക്വൽ ടു 0 മൈനസ് 400. ഈ പ്ലസ് 400 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 400 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരിക, മൈനസ് 400 ഡിവൈഡഡ് ബൈ 200. 0 0 ക്യാൻസൽ ആയി. മൈനസ് 4/2 ഈസ് ഈക്വൽ ടു -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ നമുക്ക് കിട്ടി എത്രയാണ്, -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, ഇത് റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ വിച്ച് ഇക്വേഷൻ വി ആർ യൂസ്ഡ്, g സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. വളരെ സിമ്പിൾ അല്ലേ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്താൽ മതി അല്ലേ. ഏതെങ്കിലും കൺവേർഷൻ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ എടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത് ബോർഡ് എക്സാമിലൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ ആ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തറവായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.